ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വ്ളോഗ് എപ്പോൾ അപ്ലോഡ് ആവും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഓണത്തിന് 3 വ്ളോഗ് വരാണ്ട് 3 മണിക്കൂറിൻ്റെ 3 വ്ളോഗ്, അതായത് ഒരു വ്ളോഗ് 1 മണിക്കൂർ, ഒരു വ്ളോഗ് 1 മണിക്കൂർ, ഒരു വ്ളോഗ് 1 മണിക്കൂർ, 3 ഡിഫറെൻറ്റ് വിവിധ ഓണത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ശീലങ്ങളും വിവിധ സിറ്റുവേഷൻസുമാണ് നമ്മളിതിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബാച്ചുലേഴ്സ് പാർട്ടി ആഘോഷിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഇന്ന് റൂം എടുത്തിട്ടുള്ളത് കോഴിക്കോട്ടുള്ള ടിയാറ ഹോട്ടലിലാണ്. അപ്പോൾ നബിലണ്ണൻ എടപ്പാളിൻ്റെ സ്വന്തം നബിലണ്ണ ഉണ്ട്, അതുപോലെ തന്നെ ഷാനോണൻ ഉണ്ട്, ജസ്റ്റ് അണ്ണൻ ഉണ്ട് കേട്ടോ. അച്ചൊക്കെ വന്നപ്പോൾ തന്നെ അങ്ങോട്ട് ചാരി ഇരുന്നാട്ടോ. നല്ല പസർമല്ലേ സോഫ അറിയാണ്ടേ, എന്താ അതിൻ്റെ ഒരു പസർമ അറിയാണ്ട് അങ്ങനെ ഇങ്ങനെ മൂഡ് സുഖിപ്പിച്ചിരിക്കട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഇന്ന് നമുക്കൊരു പരിപാടി ഉണ്ട്. ഇന്ന് ആക്ച്വലി നമുക്ക് എന്തൊക്കെയാണ് ഷാനോ പരിപാടി? നമ്മളെ ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. നമ്മുടെ ഷെഡ്യൂൾ ടൈറ്റ് ആയിരുന്നു ഗൈസ്. രാവിലെ തന്നെ എണീക്കാൻ ലൈറ്റായി, അപ്പൊ തന്നെ ഷെഡ്യൂൾ ടൈറ്റ് ആയി. ഷെഡ്യൂൾ ടൈറ്റ് ആവുള്ള കാരണം എന്താ വെച്ചാൽ 8 മണിക്ക് പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നീക്കാൻ തന്നെ 10:30 ആയപ്പോൾ എന്തായി, 8 മണിന്റെ പരിപാടി 10:30 അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിപ്പോയപ്പോൾ തന്നെ 1 മണിന്റെ പരിപാടിയൊക്കെ 10 മണിക്ക് വന്നു. ആകെ ടൈറ്റ് ആയി പോയി. ഇന്നത്തെ വ്ളോഗിൽ പഴഞ്ചൊല്ലി പറഞ്ഞല്ലോ, ഓണത്തിന്റെ ഇതില് ഇപ്പൊ വെയില് കൊണ്ട നാളെ തണല് കിട്ടുന്നു. അതിന് ചെറുക്കന്മാരൊക്കെ ഈ കാര്യത്തിലാണോ? ശരിയാണ്. ഇപ്പൊ വെയില് കൊണ്ടാൽ നാളെ തണല് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ മക്കളെ ഇന്ന് വെയില് കൊണ്ടാല് നാളെ തണൽ. ഹർഷ് എന്നല്ല പറയാ, ഹർഷിന്റെ തണല്. ഹർഷിന്റെ മലയാളം മീനിങ് എന്താ? അന്റെ സ്വന്തം പേരിന്റെ അർത്ഥം അറിയാം? അന്റെ പേരിന്റെ അർത്ഥം എന്താ? അപ്പൊ ഇതാണ് സാക്ഷാൽ നബീൽ. ഇരുന്ന് വാങ്ങും. അതായത് നബീലിന്റെ പ്രത്യേകത എന്താ വെച്ചാല് എന്താ? ശ്രേഷ്ഠൻ. അയ്യോ, ഒരു കയറെടുക്ക് ഞാൻ ഇവിടെ തൂങ്ങിച്ചാവട്ടെ. അയ്യോ കയറ് തരൂ അവസരമാണെങ്കിൽ. അപ്പം ശ്രേഷ്ഠനായ നബീൽ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നബീലിൻ്റെ ഒരു പ്രത്യേകത പറയാം. നബീലിൻ്റെ കള്ളി പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് ഇപ്പോൾ സൽമാനും നിയാലും എല്ലാവരും നെട്ടോട്ട് ഓടുന്നത്. കാരണം നബീലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നബീലിൻ്റെ കോണ്ടാക്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്തറിയോ, കൂട്ടത്തിൽ ഏറ്റവും വലിയ അതായത് ക്യാമറ ഓണാക്കി കഴിഞ്ഞാലേ വിനായകൻ, അതായത് നബീലിൻ്റെ കോണ്ടാക്ട് നമ്മൾ മാറ്റി സേവ് ചെയ്തു. അല്ല, സത്യമാണ്. നമ്പർ ഇങ്ങനെ സേവ് ചെയ്തു കാണിച്ചു കൊടുത്താ? അല്ല, നമ്പറില്ല, ഇതിലില്ല. ഇക്കു വിനായകൻ, ഒരു പരുന്തിൻ്റെ ചിഹ്നം, റാഞ്ചണ ചിഹ്നം. അപ്പോൾ നമ്പർ ഇങ്ങനെ സേവ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ അടുത്താണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്, നബീൽ ക്യാമറൻ്റെ ബാക്കിൽ ഭൂലോക അലമ്പാണ്. അലമ്പ് എന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പും. ഇന്നലെയൊക്കെ എൻ്റെ വണ്ടീനെ എത്ര നേരാണ് ശല്യം ചെയ്തിരിക്കുന്നത് അറിയാം. ഇവിടേക്ക് ഉമ്മക്കുക, വലിച്ചുക, കടിച്ചുക, പറിച്ചുക, എന്തൊക്കെയാ കാട്ടൻ്റെ അറിയില്ലടാ. എന്നിട്ട് ഓനിട്ട പേര്, അറബി പേര് ശ്രേഷ്ഠനോ. എന്നിട്ട് ആ ചെറിയ കാണിച്ചു കൊടുക്കുക. അത് വിനയം വ്ളോഗിൽ കുറച്ച് വിനയം ഇടട്ടെ. ഒരു നോണിയില്ല. അപ്പൊ ഞാൻ ചോദിക്കണത്, ഇതിൽ ഇബലൊക്കെ വേണമെങ്കിൽ പറഞ്ഞോട്ടെ. സൽമാൻ വരട്ടെ ഇറങ്ങണം. സൽമാൻ എന്നോട് പറഞ്ഞത് ഞങ്ങള് മറ്റേതിന്റെ സ്പോൺസർഷിപ്പിൽ ഇറങ്ങാം, മറ്റേ കൈരളി TMTന്റെ. പിന്നെ അപ്പം ബ്ലാക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ടീഷർട്ട്. ചെറുസനൊക്കെ എൻ്റെ സബ്ജക്റ്റ് മെല്ലെ പോയപ്പം. അപ്പോൾ നബീലിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ക്യാമറൻ്റെ ബാക്കിൽ മാക്സിമം കുതിര കിട്ടുക, എന്നിട്ട് ക്യാമറൻ്റെ മുന്നിൽ ഞങ്ങളുടെ നിന്നൊക്കെ ഊക്ക് വാങ്ങി പരസ്പരം നല്ല ഏറ് കൊള്ളുമ്പോൾ നബീൽ പാവായിക്കും. ഫാമിലിൻ്റെയും പെൺകുട്ടികളുടെയും സിമ്പതി പിടിച്ചു പറ്റിയിട്ട് നബീലിൻ്റെ അറിയാണ്ട് പോവുക. അപ്പം പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെ പുറത്താട്ടോ. അതായത് ഇപ്പോൾ ഞാൻ ഓനെ മാട്ടണതും ഓനെ മാട്ടണതും അപ്പോൾ പബ്ലിക്കിൽ നിന്ന് എന്നോട് ഓരോന്ന് പറയുന്നുണ്ട്, ഞാൻ ഓനോട് പറയുന്നുണ്ട്, വ്ളോഗിൽ പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങളടിയിലാണ്. അതായത് എനിക്ക് ആൾക്കാരോട് പറയാനുള്ള എന്താ വെച്ചാൽ ആ കാര്യം നമുക്ക് എടുത്ത് പറയണത് നബീലെ. അതായത് ഞങ്ങൾ ഉണ്ടാക്കരുത്. അതായത് ഞമ്മളെങ്ങനെയാ ഞമ്മക്കറിയാം. അതായത് ഞങ്ങളുടെ ഇടയിൽ 0.5 ആക്കാം, അപ്പം മനസ്സിലാവുള്ള എന്താന്ന്. അപ്പൊ ഞാൻ ഓഡിയൻസിനോട് ചോദിക്കണത്, ഇത് ഇങ്ങനത്തെ ഒരു ബാത്റൂം കൺസെപ്റ്റ് എന്തിനാവും? അതായത് ബാത്റൂം ഇവിടെയും
എനിക്ക് സത്യം പറഞ്ഞല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കുളിമുറിയിൽ കുളിക്കാനേ ഒരു പേടിയാണ്. കുളിച്ച് തുടങ്ങുമ്പോഴേ ഒരു പേടിയാണ്. കർട്ടനോ വലിയോ പുറത്ത് മറ്റേ സമാധാനത്തിൽ കുളിക്കാൻ സമാധാനത്തിൽ പേരുന്നുണ്ടല്ലോ ഇങ്ങനെ ബക്കറ്റിൽ പറഞ്ഞു കുളിച്ചാൽ അത് പറ്റൂല. ഇങ്ങനെ നമ്മളൊരു സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സൈഡാക്കി ഇങ്ങനെ കുളിച്ചണം. ഫുള്ളൊരു ഇതിലേക്ക്. അതായത് എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഇങ്ങനത്തെ ഹോട്ടൽ റൂമിൽ കുളിക്കണമെങ്കിൽ. അറിയാതെ പോയി, അതായത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കൂല, നേരെ പോയി മുത്രക്കാൻ പോകും. അപ്പം അതാണ് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിനെ കുറിച്ചോ നിങ്ങൾ ഖേദിക്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ 5-6 വർഷമായിട്ട് ഞങ്ങൾ ജീവിക്കുന്ന ജീവിതം എങ്ങനെ, അതായത് ഞാൻ ഓനെ കൊട്ടും, ഇന്നെ കൊട്ടും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും, അതുണ്ടാക്കും നോക്കും. പക്ഷേ ഇതൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ നമ്മളെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇനിയിവിടെ നമ്മളൊരു ജീവിതം മുന്നോട്ട് പോകാനുള്ള ഈ വീട്ടിൽ തക്കം കിട്ടിച്ചു നല്ല വിട്ടിട്ടല്ലേ. അത് ഇപ്പം ലോകം വളവനാട്ടോ. ഇപ്പം വന്ന അഭിനയാണ് ഇപ്പം വ്ളോഗ് ഓണാക്കിയല്ലേ. വിട്ടിട്ടല്ലേ ഷാനു? നല്ല വിട്ടല്ലേ, കുതിര വിടലല്ലേ പോയി വിട്ടും. ക്യാമറ അല്ലേ നബീല എങ്ങനെയാ നല്ല വിട്ടും, നല്ല കുതിര വിടലല്ലേ. നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം, സമ്മതിച്ചു കൊടുക്കണേ. ഇതൊക്കെ ഫേക്ക് ആട്ടോ. അപ്പൊ ഇപ്പം പാവാട്ടോ. ഇപ്പൊ ഞാൻ ഇവനെ കുറിച്ച് 2 വാക്ക് ഉണ്ടാക്കി പറയാം. ഇവന് പാവാണ്. അല്ല, വെട്ട് കിട്ടിയാൽ തിരിച്ചു വെട്ടലില്ല, ശല്യപ്പെടുത്തലില്ല, ഉറങ്ങുമ്പോ ഗതിയെടുത്തലില്ല, നമ്മളെ വണ്ടി ഓട്ടുമ്പോ ഗതിയെടുത്തലില്ല. ഇല്ല, ഉറങ്ങുമ്പോ ചെയ്യലില്ലേ? അത് ചെയ്തിട്ട് ഈ ബൊരീസ് എന്താ അറിയോ? ബൊരീസ് ഞാൻ അവിടെ മര്യാദ എനിക്ക് പിറ്റേ ദിവസം പാടാനുള്ളതാ. ഇപ്പം രാത്രി 4-5 മണി വരെ ഇപ്പം കുതിര വിടുക റൂമിൽ. ഞാൻ നിൽക്കുന്ന റൂമിൽ കറങ്ങുക, അതിൻ്റെ കമ്പിമ്പോൾ തൂങ്ങി ചാടുക, കർട്ടൻ തുറക്കുക, അടക്കുക, വെള്ളം പാരുക, മേത്തു കൂടെ വെള്ളം തെളിച്ച. പറയട്ടെ അതന്നെയാണ് ഈ പറയണത്. അന്ന് രാത്രി എൻ്റെ മേത്തേക്ക് വെള്ളം കുറഞ്ഞു പോയിട്ടോ. ഞാൻ എന്തായി ഇപ്പം 5:30 ഉറങ്ങണത്, ഞാൻ 6-6:15 നീച്ചു. 6:15 വെള്ളം പറഞ്ഞല്ലോ. വെള്ളം പാർന്നോ? നിയാലിന്റെ നിയാലിന്റെ മേത്തേക്ക് പാർന്നോ? സൽമാനൊക്കെ ഉണ്ടേനു. സൽമാന്റെ മേത്തേക്ക് വെള്ളം പാർന്നോ? നിയാലിന്റെ മേത്തേക്ക് വെള്ളം പാർന്നോ? അല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല ലിസ്റ്റിൽ. ഞാൻ മാത്രമേ എന്റെ മേത്തേക്ക് വെള്ളം പാർന്നോ? അപ്പൊ ഗതി എടുത്തിന് ആരായാലും അതിനനുസരിച്ചാവും പണി വരിക. അപ്പൊ ചെയ്ത് ഇപ്പൊ ഒന്നിലുമില്ല. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും നല്ല ആള് മറ്റേ ഗാന്ധിജി കഴിഞ്ഞാ പിന്നെ സമാധാനത്തിന്റെ പാതയെ കൂടെ പോയിട്ടേ ദണ്ഡിയാത്രക്ക് ഓനെ ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാണ് ഞാൻ തോന്നാ പറയണേ നബീലെ? ഞാൻ ഇനി ചെയ്യാൻ പോണത് ഒളി വ്ളോഗ്. എന്ത് വ്ളോഗാണ്? ഒളി വ്ളോഗ്. അതായത് ഇത്രയും കാലം എല്ലാം തുറന്ന് കാട്ടിയ വ്ളോഗ്. അങ്ങനെയല്ല, എല്ലാം തുറന്ന് കാണിക്കണ വ്ളോഗ്. അങ്ങനെയല്ല, മനസ്സിലായി, ഉദ്ദേശം മനസ്സിലായി. മറകളില്ല, അങ്ങനെയല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇത്രയും കാലം നമ്മളിട്ട് സാധാ പോലത്തെ ക്യാമറ ഓണാക്കിയത്. ഇനി നമ്മളെന്താ വെച്ചാൽ ബാക്കിൽ നിന്ന് ക്യാമറ വെക്കുക, സൈഡിൽ നിന്ന് വെക്കുക. അപ്പം കുതിരവീട്ടിൽ ഫുള്ള് എന്ത് കിട്ടണം, ഇതിൽ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ തമ്മിൽ ഞാൻ ജന്നെ മാറ്റണോ, സൽമാനെ മാറ്റണോ, സൽമാൻ എന്നെ മാറ്റണോ, ഞാൻ എല്ലാവരും കൂട്ടണതോ, അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവർ ചർച്ച ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളെ അടിയിലെ കാര്യങ്ങളാണ്. നമ്മൾ 5-6 വർഷമായിട്ട് അങ്ങനെ ജീവിച്ചല്ലോ. അല്ല അർഷിയെ, എനിക്ക് എത്ര വിട്ടിട്ട് അർഷിയെ ഇത് പിടിച്ചോ? ഞാനോ അർഷി 4 ആൾ കൂടുമ്പോ ഏകദേശം എത്ര വെട്ടിട്ടു? നല്ല കിട്ടല്ലോ. അപ്പൊ മുണ്ടാതൊക്കെ അത് ഞാൻ എപ്പോഴും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. 4 ആൾ കൂടുമ്പോ മുണ്ടാതെ നിൽക്കുക. അതായത് കേട്ട് നിൽക്കുക. വെട്ട് കിട്ടിയാലേ ഇങ്ങനെയൊക്കെ തലട്ടി കിടക്കുക. പക്ഷെ വെട്ട് കിട്ടുമ്പോ നബീലെന്താ വെച്ചാൽ വെട്ട് കിട്ടുമ്പോ അങ്ങോട്ടോ വെട്ടാൻ പോകും. അവ ഒക്കെ കൂടി വെട്ടും, എന്നിട്ട് വെട്ട് കിട്ടി ഒതുങ്ങും. അപ്പൊ വെട്ട് കിട്ടണതിന്റെ ഒരു സൈക്കോളജി അതാണ്. വെട്ട് കിട്ടുമ്പോ എന്താ ചെയ്യാ, വെട്ട് കിട്ടി തുടങ്ങിയ അയിമക്ക് പോവാ, കിട്ടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഹർഷിനെ ശ്രദ്ധിച്ചാൽ ഹർഷി ഇതിൽ കുറച്ച് വളവനാണ്. ഗ്രൂപ്പിൽ വെട്ട് കിട്ടിയാലും ഇൻസ്റ്റയിൽ വെട്ട് കിട്ടിയാലും അതേപോലെ തന്നെ കൂട്ടം കൂടുമ്പോ വെട്ട് കിട്ടിയാലും ഹർഷി എങ്ങനെയാ പറയോ ഇങ്ങനെ. അപ്പം എന്ത് ചെയ്യും, ആ വെട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് വെട്ട് പുകയും, പുകഞ്ഞു പോകും. നബീലിൻ്റെ വെട്ട് നബീൽ എന്ത് ചെയ്യും, ഒരു സിനിമ സീരിയൽ കഥകൾ പോലെ, ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് പോലെ നബീൽ എന്ത് ചെയ്യും, തിരിച്ചും കൊട്ടും. ഇനി കുറച്ച് പാവത്തര ഡ്യൂട്ട് എക്സ്പ്രഷൻ അതന്നെ വെറും ഫാമിലികളുടെ സിമ്പതി പിടിച്ചു പറ്റണ്ട. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അല്ല വില്ലനല്ല, ഞാൻ വില്ലനാണ് പറയല്ല, നമ്മളെല്ലാവരും ഒരേപോലെ വെട്ടണ കാര്യത്തിലും വെട്ട് കൊള്ളണ കാര്യത്തിലും. രാവിലെ 5 മണിക്ക്
ഇവര് അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ഉറങ്ങാതെ മേത്തൊന്ന് ചാടി കളിച്ച് അതുവരെ നമുക്ക് ഉറക്കുണ്ടോ? അതൊക്കെയാണ് ഇവരെ മൂടെ. എന്നിട്ട് പിന്നെ ഉറങ്ങുക. ഇവർക്ക് രാവിലെ ഉറങ്ങണം ഇവരെ പരിപാടി. ഇന്നലെ രാത്രി ലൈറ്റ് ബ്രൈറ്റ്നസ് കൂട്ടി മുഖത്തേക്ക് വെക്കുക. അതൊന്നും വ്ളോഗിൽ വരുന്നില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ രാവിലെ ചായ അടിച്ചാൽ പോയി. ഇതൊന്നും കംപ്ലൈന്റ് റെക്കോർഡ് എന്നിട്ട് ഞങ്ങളോട് കുഞ്ഞായിട്ട് എടുക്കാം. ഇതൊന്നും അപ്പോൾ വ്ളോഗിലെ 1 മിനിറ്റിന്റെ ഇത് കണ്ടിട്ട് ഇന്ന ആള് പാവാണ്, ഇന്ന ആള് പാവാണ്, ഇന്ന ആൾ അങ്ങനെ കാട്ടില്ല, ഇങ്ങനെ കാട്ടില്ല. ഇപ്പൊ റിനാനും മിഞ്ഞാന്ന് പുലിവേഷം ഇട്ടു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അത് പുലിവേഷം ഡീപ്പിക്കണ്ടില്ല, അവന് മാനസികമായി അതിന് താല്പര്യമില്ല. കഴിഞ്ഞ കൊല്ലം എന്നെ മാവേലിയിൽ കെട്ടിച്ച് മാനസികമായി വലിയ താല്പര്യം ഉണ്ടായിരുന്നോ? ഇല്ല, കെട്ടിയില്ലേ. അപ്പം പണി വരല്ലത്. ഇപ്പൊ കഴിഞ്ഞല്ലത്തത് പെണ്ണ് ചെല്ലേനോ സുന്ദരിക്ക് വെട്ടുകാടല്ലേ പെണ്ണ്. ഇക്കൊല്ലം ആരായി? ഇക്കൊല്ലം ഓനായി. വെട്ട് വരുമ്പോ അത് പല സീസണിൽ പല രൂപത്തിൽ പല വിധത്തിൽ മാറി മാറി വരും. ആർക്കും വെട്ടാർക്കെങ്കിലും കിട്ടാതെ പോയിക്കണോ? ഇല്ല. എല്ലാവരും തെരഞ്ഞു വന്നിക്കണോ? അപ്പം കൂടുതൽ ഞങ്ങൾ ദീർഘിപ്പിക്കണില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൽക്കാരത്തിന് പോകേണ്ടതായിട്ടുണ്ട്. പോയോ? അപ്പം അപ്പം 2 കപ്പിൾസിൻ്റെ കൂടെ നമുക്കിന്നൊരു ഹെവി ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പിരിയാണ്. നമുക്ക് എവിടേക്കാണ് പോണത്, എങ്ങനെയാണ് പോണത്, എന്താണ് സൽക്കാരത്തിലുള്ളത്, എന്തൊക്കെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് കാണാം. സോ ടിൽ ദെൻ എല്ലാവരും മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ 26 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. 25 ലക്ഷത്തി ഏതോ വള്ളി ഒപ്പിച്ചിട്ട് ഗുണ്ടകളോട് തിരിച്ച് ചൂടാവുകയാണ്. നമ്പർ അപ്പം ഗൈസ് നമ്മളിപ്പോൾ വരികയാണ്. അപ്പം ഇനി എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോണത്, എന്താണ് സൽക്കാരം എന്നുള്ളതൊക്കെ അവിടെ എത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് പറയാനുള്ളത് എന്താ വെച്ചാൽ അബുദാബിയിലുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അബുദാബിയിൽ നമ്മൾ 6th അബുദാബിയിൽ നമ്മളെ പരിപാടി ഉണ്ട്. പെണ്ണുങ്ങളെ മുന്നിലുണ്ടല്ലോ കുതിര വിട്ടാണ്ട് ലിയനെ ചിരിപ്പിക്കുക. അതാണ് ഓരോരുത്തരുടെ സ്റ്റൈലാണത്. അപ്പോൾ അബുദാബിയിൽ ഈ 6th ബെല്ലടിക്കണ്ടായിരുന്നു. എടാ നബീലിന്റെ സ്റ്റൈലേ മാറ്റുണ്ട്. വ്ളോഗിൽ നിൽക്കുമ്പോൾ സങ്കടത്തോട് അതായത് സെപ്റ്റംബർ 3-ാം തീയതിയോടുകൂടി ഞങ്ങളെ കേരളത്തിൽ അരങ്ങൊഴിയാൻ പോവാണ്. കാരണം ഇൻഷാ അല്ലാ ഞങ്ങൾ 9 ആള് ഞങ്ങൾ അബുദാബിക്ക് പോവാണ്. ബാക്കിയായ കുറച്ച് നമ്മളെന്തായാലും അത് പറയേ. അപ്പം നബീൽ പറഞ്ഞത് നബീലിന്റെ വ്ളോഗിൽ അത് റിവീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പം നബീലിന് എന്താ വെച്ചാൽ ഇനി അത് റിവീൽ ചെയ്യുമ്പോൾ അപ്പം നബീൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സവാടി ഖാ ഇതെന്താ. അപ്പം നബീൽ അണ്ണൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. എവിടേക്കാണ് പോകുന്നത്? നാട്ടിലില്ലാത്ത മാസം ബാസിൽ അസർബൈജാൻ എത്തി. നബീൽ അണ്ണൻ ലൈവ് ബ്ലോഗ് ലൈവ് കാണുന്ന ഇരുന്ന് പടാവുണ്ട് കേട്ടോ. ഇജ്ജ് ബാത്റൂമിൽ ഇമ്മാരി ലുക്കിൽ കെട്ടിയിട്ടത്. ഓ ഗായ്സ്, അപ്പൊ ബാഗ് ഇതിന്റെ പേരെന്താ? ഫാരിസോ? മുട്ടായി തെരുവിലുണ്ട് സ്ട്രീറ്റില്. അപ്പം മലമ്പാമ്പിന്റെ ഇത് പെരുമ്പാമ്പിന്റെ എന്തോ പാമ്പിന്റെ തൊലി കൊണ്ട് ഉണ്ടാക്കിയ ഡ്രഡിന്റെ ഈ ബാഗ് പാരീസ്, അതായത് സാക്ഷാൽ ലയണൽ മെസ്സിയും നെയ്മറും ഇംബപ്പയൊക്കെ കളിച്ചിറങ്ങിയ പാരീസ് ആണ്. പാരീസ് നാട്ടിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ്. നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഇന്ന് പോകുന്നത്? എൻ്റെ സൽക്കാരത്തിന്. ഇരുങ്കുരി കൊച്ചി എത്രാമത്തെ സൽക്കാരമാണ്? നാലാമത്തെ ഷാനു പോയിട്ടുള്ളൂ. ഡേറ്റ് ഇല്ല. എന്റെ പേരേക്ക് ഒന്ന് വന്നേ. ഞങ്ങൾ ഡേറ്റ് കൊടുക്കില്ല. 4-1 ഞാനാണേ. അപ്പം ഇങ്ങോട്ടേക്ക് അപ്പം ആരാണ് ചെല്ലാൻ സാധ്യത? ഇൻസ്റ്റാഗ്രാം എടുത്ത
ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കണതാ. No money, no honey. Good boy goes to heaven. Bad boy goes to... എല്ലാരും പാക്കേജ് ഒക്കെ പറഞ്ഞ പോലെ. അപ്പൊ എന്തായാലും ഞങ്ങൾ സൽക്കാരത്തിന് പുറപ്പെടുകയാണ്. അപ്പോൾ പുതിയ 2 കപ്പിൾസ് നമുക്ക് ദൃശ്യത്തിൽ കാണുന്ന പോലെ ഏറ്റവും പുതിയ ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും പുതിയ 2 കപ്പിൾസാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓ എല്ലാവർക്കും അറിയാം ഷാനു, ഞാൻ മറച്ചേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമത്തെ ട്രെൻഡിങ് കപ്പിൾ ഡ്രെഡ് ആൻഡ് ഷാനു, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഭരിക്കുന്ന ട്രെൻഡി കപ്പിൾ, അതായത് അച്ചുവാണ് ഈ റീലുകൾക്കും ഇതിനൊക്കെ പിന്നിലിടാം. പുറത്തേക്ക് അച്ചു ഈ ലൗച്ചിനൊക്കെ ഉണ്ട്. ഞാൻ ഉള്ളിൽ കൂടെ വരുന്നു. ഇപ്പൊ എല്ലാ കമന്റിന്റെ അടിയിൽ റീലിന്റെ അടിയിൽ പൂക്കി പൂക്കി ചമക്കാര് വിഷയം കേട്ടോ. അല്ല പെണ്ണിട്ട് ഇതെന്താ അറിയോ, പ്രണയം കുറച്ച് പൂക്കിയാണ്. തിരിച്ച് ഹർഷി നാള് പൂക്കി. നമ്മുടെ ചിഹ്നം ഇങ്ങനെ നാട്ടിലത്തെ കാക്കമാര് മനോരമയില് രാവിലെ വോട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കൂലേ, അതേമാതിരി കാണിച്ചു കൊടുത്തു. ഇതൊക്കെ തന്ത വൈബ, ഞാൻ പൂക്കിയ പൂക്കി ഇങ്ങനെയാണ്. വ്ളോഗ് കാണാലൊക്കെ എങ്ങനെ കാട്ടോ സ്ക്രീനിൽ. സമാട്ടി ഖാ തലാൻ വ്ളോഗ് കാണാലും ഇങ്ങനെ കാട്ടടാ. വ്ളോഗ് കാണാലും ഇങ്ങനെ കാട്ടാതിരിക്കണോ ഇങ്ങനെ കാട്ടിയിട്ട് കാണിയാ. എല്ലാവരും കാട്ടിട്ടോ. അപ്പം ഇറങ്ങുകയാണ്. അപ്പം രണ്ടാളെയും പെണ്ണുങ്ങളൊപ്പാണ് വന്നിട്ടുള്ളത്. ഇഞ്ച പെണ്ണുങ്ങളെ കവറെടുത്തു, ഫ്രൂട്ട്സ് കവറെടുത്തു. എൻ്റെ ഒച്ച ഫുള്ള് പോയിട്ടോ പരിപാടി. അപ്പോൾ പാട്ട് ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് സന്തോഷ വാർത്ത വരുന്നുണ്ട്. ഒരുപാട് നല്ല ഗാനങ്ങൾ നമ്മളത് വരുന്നുണ്ട്. ഇന്ന് 2 പാട്ട്, പുതിയ 2 പാട്ട് പാടും. പക്ഷേ പാട്ട് കയറ്റിയാ അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പം എങ്ങോട്ടാണ് പോണത്, എന്താണ് പോണതെന്നൊക്കെ നമുക്ക് കാണാം. അവിടെ എത്തിയിട്ട് ബാക്കി വിവരങ്ങൾ വിശേഷങ്ങൾ കാണാം. ഇഞ്ച പെണ്ണുങ്ങളെ. ആരെ പെണ്ണുങ്ങളെ? എനിക്ക് പെണ്ണുങ്ങളുണ്ടാ? എനിക്ക് പെണ്ണുണ്ടാ? എനിക്ക് ലൈനുണ്ടാ? എൻ്റെ പേരെവിടെയാണ്? ശരിക്കും കാണുമല്ലോ അവസ്ഥ. ബല വരെ കേട്ടോ. ഇഞ്ച പെണ്ണുങ്ങളെ കേട്ടോ. ഇതാണ് ഞങ്ങൾ ടീം. എല്ലാവരും നിൽക്കി. കാണില്ല കേട്ടോ. കൂട്ടി പിടിച്ചോ. സ്വന്തം പെണ്ണുങ്ങളെ കൂട്ടി പിടിച്ചാൽ ഇന്നെ കൂട്ടി പിടിച്ചു. എന്റെ സുഗമം. അപ്പൊ ഇതാണ് ലിയൊക്കെ ഫുള്ള് അറിയട്ടോ. എന്റെ കുസുമം ഷാനോ ഡ്രെഡിന്റെ അപ്പുറത്തേക്ക് കാണും. കുറച്ച് കേറി മതി. ഈ വിളിച്ചെന്ന് എങ്ങനെ. അപ്പൊ ഇതാണ് ഞങ്ങളെ ടൗൺ ടീം ഫാമിലി. ജോയിൻ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. വ്ളോഗ് ഇപ്പൊ തന്നെ, അത് വ്ളോഗിന്റെ ക്യാമറ ഓഫ് ആക്കിയപ്പോ എന്താ പറയാ, ഇപ്പം നടയെ കൂടെ കൈ ആയിട്ട് വരാം. അതും ഈ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഒരു 10 മീറ്റർ കണ്ട അവന്റെ കല്യാണം കഴിഞ്ഞാൽ 20 മീറ്റർ ഉള്ളു. അപ്പൊ സൈക്കിൾ നടന്നിട്ട് നടയെ കൊണ്ട് കൈയിട. അതാന്റെ നീ ഗസ് ചെയ്യ എങ്ങനെ പോണത്. അൾട്രാ മാച്ചൻ പെണ്ണുങ്ങളെ കൂട്ട ഇങ്ങനെ ലിഫ്റ്റിൽ പോണ്ടേ. അയ്മതൊക്കെ ഇജ് മറന്നോ? അർച്ചി എതേക്കാ പോണ്. 0 തന്നെയല്ലേ ഇതിലൊക്കെ. എടാ എന്റെ ഫീൽഡിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വ്ളോഗ് നമ്മൾ നടന്നു പോണതും
ആൾക്കാരൊന്നും തള്ളിയിട്ട് പോണില്ല. ഗൈസ് അപ്പോൾ നമ്മൾ നടന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞേക്കണേ. ഗുഡ് ഈവനിങ്. എന്താ വിശേഷം? സുഖം. രാവിലെ ഏട്ടനുണ്ടായിനാ? പോവല്ലേ? വണ്ടി കിട്ടിയാ? ഇല്ല, വണ്ടി ഇട്ടിട്ടില്ല. വണ്ടി എടുക്കട്ടെ. നമ്മളെ വണ്ടിൻ്റെ ചാവി എടുത്താ? അർഷി നമ്മളെ വണ്ടി ചാവി എടുത്താ? ഹിൻലെസ്, ടീം ഹിൻലെസ്. ഇതും ഒരു ഹിൻലെസ് മൊർദാന കോഫി. തിരിഞ്ഞേക്ക്. അപ്പോൾ ഹിൻലെസിൻ്റെ ഏറ്റവും പുതിയ ഡ്രോപ്പ് കേട്ടോ. റീസ്റ്റോക്ക് ചെയ്താട്ടോ. ഹിൻലെസിൻ്റെ റീസ്റ്റോക്ക് ഏറ്റവും നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ടീഷർട്ട് ഇനി ഹിൻലെസിൻ്റെ ഹഗ് യുവർ ഹോമീസ്. അപ്പം ഇപ്പം നമ്മൾ രണ്ടാമതും ഇത് മീഡിയം അല്ലേ? മീഡിയം. മീഡിയം ലാർജും ഉണ്ടോ? ഒന്നാണ്ട് നടക്കി. അപ്പോൾ ഹിൻലെസ് ഡേ ഉണ്ടെന്ന്. ഹിൻലെസ് ഡേ ഔട്ട്. അപ്പം നമ്മളിവിടെ ആയിട്ടുള്ളത് കാലിക്കറ്റ് ടിയാറ ബൈ MPSലാണ് നമ്മളുള്ളത് കേട്ടോ. ഇവിടെ നമ്മളെ 3-4 ദിവസം ഇവിടെ ഉണ്ടാവാം. 3 ദിവസം 2-3 ദിവസം. ആൾക്കാരൊക്കെ ഈ ഗേറ്റിങ്ങിലൊക്കെ നിന്നോട്ടെ. എങ്ങനെ? 3-4 ദിവസം ഇവിടെ പറഞ്ഞിട്ട് ആൾക്കാർ ഗേറ്റിങ്ങിലൊക്കെ നിന്നോട്ടെ. അപ്പോൾ ഇന്ന് ഡേറ്റ് ഓഗസ്റ്റ് 31. ഇക്കുച്ച കപ്പിൾസൊക്കെ മറ്റേ വണ്ടിയിലല്ലേ? ഞങ്ങളതിൽ പോയി. ബാച്ചിലേഴ്സ് കപ്പിൾസിനൊക്കെ ഒരു വണ്ടി. ഇവന്റെ എപ്പോ പോണ്? നിങ്ങളിപ്പോ രണ്ടാള് പെണ്ണെട്ടി നോക്കിയപ്പോളെ കപ്പിൾസേ പോവുള്ളൂ. വിഷമുണ്ടോ? കണ്ടോ? അതാണ് ഓ ക്യാമറ കണ്ടപ്പോൾ ഞെട്ടിയുണ്ടോ? അപ്പോൾ ക്യാരക്ടർ മാറ്റാനാണത്. ക്യാരക്ടർ അവിടെ നിന്നാണോ? അപ്പൊ ഞങ്ങൾ പോകുക. വേമേരി ബെൽറ്റ് ഇട് നബില. ബെൽറ്റ് ഇട് നബില. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. സൽക്കാര ലൊക്കേഷൻ. സത്യം പറഞ്ഞാൽ കുറച്ചായിട്ട് ഫുള്ള് പരിപാടിൻ്റെ ബാക്കിലായിട്ട് ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. അതായത് മറ്റേത് സന്തോഷമില്ല എന്നല്ല. ബൈ. എന്തിനാ അങ്ങനെയൊക്കെ കാട്ടണല്ലേ? ഓ കുറച്ചനെ മാഷാല്ലാ. ഇവിടുത്തെ സ്റ്റാഫ് മാഷാല്ലാ അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ സ്റ്റാഫാണ്. അതായത് നമുക്ക് നമ്മളൊരു നമ്മളെ സ്വീകരിക്കണിട്ട് നമുക്ക് ആകെ ഇടങ്ങാറാവും. നമുക്ക് അങ്ങോട്ട് കൈ പിടിച്ചോണ്ട് കൈ കൂപ്പല്ലി എന്ന് പറയാൻ തോന്നും. ഞാൻ എപ്പോഴും പറയും അങ്ങനെ കാട്ടരുത്. പക്ഷേ അതൊക്കെ ഹോട്ടൽ നിയമങ്ങളിൽ പെട്ടതാണെന്ന് തോന്നുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് ഏജ് പോയിക്കണോ? പഠിച്ചോലേക്കാരം ഓലോ അല്ലാതെ ഇപ്പോൾ ഇവിടെ കയറായില്ലല്ലോ. അങ്ങനെയാണല്ലോ എൻ്റെ ഒരു രീതി. ഇജ്ജ് എന്താണ് പഠിച്ചത്? ഞാൻ ഹിസ്റ്ററി. ഇപ്പം എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? B.Ed. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ കൂട്ടത്തിൽ വരും തലമുറക്ക് മാതൃകയാക്കേണ്ട ഒരു അധ്യാപകൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വളർന്നു വരുന്നുണ്ട്. ബാസിലിനും ഹനാനും ഫവാസഫിക്കും ശേഷം ഞങ്ങളെ കൂട്ടത്തിൽ ഫവാസഫി നമ്മളെ സ്വന്തം ആളാട്ടോ. അപ്പോൾ ഫവാസഫി ഇപ്പോൾ ഗൾഫ് പോയിട്ടാണ് പാവം കാണാനില്ലാത്ത. പണ്ടിൻ്റെ പാട്ടിൻ്റെ ഓരോ പാട്ടും കേൾക്കാനോ വേണമായിരുന്നു എൻ്റെ ഫവാസഫി. അതിനുശേഷം ഞാൻ അഫി പോയതിനു ശേഷം ഞാൻ അങ്ങനെ പാടിയിട്ടില്ലല്ലോ. പണ്ട് നമ്മൾ അടിക്കടിക്ക് പാട്ടിറക്കിയില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഒറിജിനൽസ് മാത്രമാക്കി, കുറച്ച് പുതിയ പാട്ടുകൾ മാത്രം പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അഫി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും എനിക്ക് ഇമ്പോർട്ടൻറ്റ് വൺ ഓഫ് ദ ഞാൻ മറക്കാത്ത ഫേസസ് ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഫവാസഫിൻ്റെയും ടീച്ചർ ക്വാളിഫിക്കേഷൻസിൽ ഫവാസഫിൻ്റെയും ശേഷം ഇപ്പോൾ കടന്നു വരുന്ന നമ്മുടെ പ്രമുഖ വ്യക്തിത്വം നബീലണ്ണയാണ്. നബീലണ്ണ ഏത് കോളേജിലാണ് ഡിഗ്രി? EMA കൊണ്ടോട്ടി. EMEA. B.Ed ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് B.Ed ചെയ്യുമ്പോൾ നിങ്ങളുടെ ടീച്ചിങ് മാനുവൽ സംഭവങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും. അവിടെ പോയി നിൽക്കണം. നബിലേ അങ്ങോട്ട് പോയി. അപ്പം B.Ed അല്ലെങ്കിൽ TTC ഒക്കെ പഠിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഞാൻ മുമ്പ് പറഞ്ഞിനി കൂലിപ്പണിനേക്കാളും ഇടങ്ങേറാണ് ഒരു ടീച്ചറിൻ്റെ പണി എന്നുള്ളത്. അപ്പം ഒരുപാട് ആൾക്കാർ കൂലിപ്പണിക്ക് കഴിഞ്ഞ് നിങ്ങൾ പോയിക്കണമെന്ന് ചോദിച്ചു. ശരിയാണ്, നമ്മൾ ഏതൊക്കെ പണിക്ക് പോയിക്കണമെന്ന് നമുക്കറിയാം അല്ലേ നബില? നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാറ്ററിംഗ് പണിക്കും കൂലിപ്പണിക്കൊക്കെ പോയാലാണ് ഞങ്ങൾ ഓരോരുത്തരും നമ്മളെല്ലാ പണിൻ്റെയും ടേസ്റ്റ് അത്യാവശ്യം അറിഞ്ഞ ആൾക്കാരാണ്. അടക്കൊറുക്കണ പണിക്കും തേങ്ങ കൊടുക്കണ പണിക്കും ദിവസക്കൂലിക്കും പാത്രം കഴുകാനും പാത്രം വെക്കാനും വളമ്പാനും ഒക്കെ നമ്മൾ പോയതാണ്. അപ്പോൾ ടീച്ചിങ് ജോബിൻ്റെ ഡിഫിക്കൽറ്റി എന്താണെന്ന് വെച്ചാൽ അത് ടീച്ചേഴ്സിന് മനസ്സിലാവും. കാരണം
ഒരേ സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ടയേർഡാക്കുന്ന പരിപാടികളിലൊന്നാണ് നമ്മളെ ശബ്ദം യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് അങ്ങോട്ട് തിരിയാ പിന്നെ നേരെ എടുത്തോ. അപ്പം പേടിച്ച് മാറ്റിയതാവും. അപ്പം നമ്മൾ പെട്ട് അപ്പം ടീച്ചിങ്ങിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ 1-ാം പീരീഡ് മുതൽ വൈകുന്നേരം 4:30 മണി വരെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം കുട്ടികളെങ്ങനെ ശരിയാക്കണമെങ്കിൽ അവനവൻ്റെ ശബ്ദം വേണം. അപ്പം ഒരു പരിപാടി 1 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തൊണ്ടൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം. നമുക്ക് നീച്ചാനും അനങ്ങാനും ഒന്നിനും പറ്റേണ്ട അവസ്ഥയിലാവില്ല. അത് ഒരു ദിവസങ്ങൾ എന്ത് ചെയ്യണം, വേറെ എന്ത് പണിക്ക് പോകുന്നവരാണെങ്കിലും ഒരു ടീച്ചിങ് ജോബ്, നിങ്ങൾക്കൊരു ക്ലാസ്സിലെ കുട്ടികളെ 10-35 ABCD എന്തെന്നറിയാത്ത എന്തറിയാത്ത അറിയാത്ത കുട്ടികളെ നിങ്ങൾക്കത് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന സ്കില്ലാണ് ബിഗ്ഗസ്റ്റ് സ്കിൽ. അതായത് പുറം നാടുകളിൽ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകണം. നമ്മളെ നാട്ടിൽ കുറവാണ്. നമ്മളെ നാട്ടിൽ ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നത് LP ടീച്ചേഴ്സിനാണ്. പിന്നെ അംഗനവാടി കുട്ടിയൊക്കെ പഠിപ്പിക്കുന്നവർക്കാണ് നമ്മളെ നാട്ടിൽ സാലറി കുറവ്. പക്ഷെ പുറം നാട്ടിൽ ഏറ്റവും ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സാലറി. കാരണം ഞാൻ ജോലിയൊക്കെ ചോദിച്ച് പുറത്ത് പോകാനുള്ള കാരണം അതാണ്. കാരണം ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് അറിയും, എനിക്ക് ഈസിയാണ്. കാരണം ഞാൻ അക്വയർ ചെയ്ത സ്കില്ലാതെ ചെറിയ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാന്നുള്ളതിന്. അപ്പം അത് പഠിച്ചെടുക്കലാണ് ഏറ്റവും വലിയ പണി. കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക, കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിച്ചെടുക്കുക എന്നുള്ള. ഒരു കുട്ടീൻ്റെ പേരൊക്കെ സ്വയം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി ഓൻ്റെ പേര് ഓൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണ സ്റ്റേജിക്ക്. അതായത് ചിലപ്പം ഇങ്ങോട്ടല്ലേ അപ്പം അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് പണിയെന്ന് ഞാൻ പറയും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പണികളിലൊന്നാണ്. ഞാൻ കുറേ ഈ പണിയൊക്കെ കുറേ അങ്ങനത്തെ വർക്കിന് പോയിക്കണം. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏറ്റവും ഡിഫിക്കൽട്ട്. പിന്നെ ഞാൻ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന പണികളിൽ എൻ്റെ എപ്പിയും ഡെയിലി ഇത് ചെയ്തു വരുന്നതാണ്. സോ എനിക്ക് ഇവരെത്രത്തോളം ടയേർഡാണ് ഓരോ ദിവസം കഴിയുമ്പോഴും, ഓരോ ഡേയ്സ് കഴിയുമ്പോഴും. ഇപ്പം എനിക്ക് അറിയാലോ, ഞാൻ പറഞ്ഞിട്ടല്ലോ എൻ്റെ അമ്മ എങ്ങനെയാണ് വരല്. ലോണും ഇപ്പോഴും വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഓരോ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാലും ചാർട്ട് ഉണ്ടാക്കണം, എല്ലാ സാധനങ്ങളും. പോരാത്തതിന് ഒഴിവുള്ള ദിവസം കോഴ്സ് ഉണ്ടാവും. ശനി ഞായർ ഒഴിവുണ്ടെങ്കിലും ഒരു ടീച്ചറിന്റെ പണി ഒരിക്കലും രാവിലത്തെ 9 to 4 അടിയിൽ തീരുന്നില്ല. വൈകുന്നേരം ക്ലാസ് ഗ്രൂപ്പ് കയറണം, ക്ലാസ് ഗ്രൂപ്പിൽ വർക്ക് കൊടുക്കണം, കുട്ടികളെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, ആൻസർ ഷീറ്റ് നോക്കണം, പിറ്റേതൊക്കെയുള്ള ചാർട്ട് എഴുതണം, ബുക്ക് എഴുതണം. അതായത് ഉണ്ടാക്കലാണ് ചെറിയ മക്കൾക്ക് ചാർട്ട് അറിയോ, വെട്ടി ഒട്ടിച്ചണം. അപ്പം ഒരിക്കലും ഒരു ഫ്രീ ടൈം ഇല്ല ടീച്ചേഴ്സിന്. ഭയങ്കര ഡിഫിക്കൽട്ട് ജോബാണ്. പ്രിന്റ് ആയിട്ട് കൊടുക്കും, കുറേ പണികളുണ്ട്. സോ ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദി ടീച്ചേഴ്സ്. അതായത് വിദ്യ അഭ്യസിപ്പിച്ച് കൊടുക്കുന്ന എല്ലാ ജോലി എടുക്കുന്ന ആൾക്കാരോടും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. ബാക്കിയുള്ളവരോട് ഇല്ല എന്നല്ല, ബാക്കിയുള്ളവരോടും എനിക്കുണ്ട്. എന്ത് സ്വന്തം കുടുംബം പോറ്റാൻ പണിക്ക് പോണ ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ ഞാൻ പീക്കായിട്ട് കാണണമെന്നാണ് ടീച്ചേഴ്സ്. ഇറ്റ്സ് വെരി റിസ്കി. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി അവിടെ സ്ഥലത്തെത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ എന്തേ അതത്രേ ഉള്ളൂ. ഞങ്ങൾ സ്വപ്നം കണ്ടില്ല. ഹിൻലെസ് അറബിക്ക്, ഹിൻലെസ് ബ്ലാക്ക്, ഹിൻലെസ് അപ്പോൾ ബഹുമാനപ്പെട്ട ഉബൈദ്ക്ക് അവിടെ ഉണ്ട് കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണെങ്കിൽ കൂടി ചില സൽക്കാരങ്ങൾക്ക് ഉബൈദ്ക്ക് നേരിട്ട് വരും. ചില പ്രത്യേക പരിപാടികൾക്ക് ഉബൈദ്ക്ക് എന്ത് ചെയ്യും, നേരിട്ട് അവതരിക്കും. അപ്പോൾ ഇന്ന് നമ്മളെ സ്റ്റേഡിയത്തിൽ സൽക്കാരം എന്താ? അച്ഛൻ്റെ എത്രാമത്തെ സൽക്കാരാ? ഇന്റെ കുറേ പോയില്ലേ, 3-4 മാസമായില്ലേ. അപ്പൊ എത്ര അച്ഛൻ ഇത് കാണും? കുടുംബം അങ്ങനെ കൊറേ ഒന്നുമില്ല, എന്നാലും ഉണ്ട് ഒരു 15. എത്ര ഉണ്ടാവും? എത്ര സൽക്കാരത്തിന് പോയി നമ്മള്? ഒരു 5-6 അല്ലേ? ഇഷ്ടം പോലെ 5-6. 5-6 കുറവല്ലേ? എവിടെയാണോ കൊറേ പോയി എവിടെ എല്ലാം സെറ്റ് ചെയ്തിങ്ങനെ എവിടെയാ? എന്തൊക്കെയോ കണ്ടന്റ് ഉണ്ട് ഇവിടെ. എവിടെ ഗസ്റ്റ് ഉണ്ടോ? അതിലെ പോണ്ടല്ലേ? ഇതിലെ പോലെ എടാ മുഖം ഇങ്ങനെ കരിയാതൊക്കെ എന്തേലും മിഞ്ഞാന്ന് പരിപാടി. കാണികളെ ആവേശത്തിലായിത്താൻ വേണ്ടിട്ട് വാ, നമ്മൾ രണ്ടാളും ചെയ്ത പണി കാണിച്ചു തരാം. അതല്ല, ഞങ്ങൾ പാവങ്ങള് കാണികളെ ആവേശത്തിലായിത്താൻ വേണ്ടിട്ട് ഇങ്ങോട്ട് നമ്മൾ അതായത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്ത് പരിപാടി വന്നാലും നമ്മൾ വ്ളോഗ് എടുത്ത് നടക്കാവും അല്ലേ?
ഞാൻ അത് പറയാ, ഇത് പിടിച്ച നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഭയങ്കര കുറവാണ് അല്ലേ? അപ്പൊ കാണികൾ എന്ത് ചെയ്യണം? അപ്പൊ ജിമ്മ് ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇതിനു വേണ്ടി നിൽക്കുക. അപ്പൊ ജിമ്മിന് എന്ത് ചെയ്യുക? ബാക്കിയുള്ള ദിവസങ്ങളിൽ കല്യാണ വർക്കിന് വിളിക്കുക അല്ലേ? ജിമ്മിനെ അർഷിനെയൊക്കെ എന്ത് ചെയ്യുക? കല്യാണ വർക്കിന് വിളിക്കുക. ജിമ്മിന്റെ ഇതിന്റെ കോൺടാക്ട് നമ്പർ അവിടെ പേജിലുണ്ട്. അപ്പൊ ജിമ്മിന്റെ ജിംഷാദ് വ്ളോഗ്സ് യൂട്യൂബ് ചാനലിൽ ജിമ്മിന്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. വെറുതെ വിളിച്ചോണ്ടേ, ജിമ്മിയാണോ, ജിമ്മിന്റെ പെരയിലുള്ളവരാണോ, ജിമ്മിയെ കിമ്മിയെ മിയേ മിയേ അങ്ങനെ വിളിച്ചേർത്ത് കേട്ടോ. കാരണം മാനേജർ എടുത്തു കൊടുക്കും. അപ്പം ജിമ്മിന് എന്ത് ചെയ്യുക? വർക്കിന് വിളിക്കുക. കല്യാണ വർക്കിനൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ വ്ളോഗ് കാണാൻ നിങ്ങൾ എങ്ങനെ സഹകരിച്ചാൽ തരാം? നിങ്ങളൊരു കല്യാണം ആകുമ്പോൾ നമ്മൾ ഓർക്കുക അല്ലേ? ലവ് നോട്ട്സിനും അതുപോലെ തന്നെ ജിമ്മിൻ്റെ ഫോട്ടോഗ്രാഫി വർക്കിനും ഒക്കെ എന്ത് ചെയ്യുക? ഫസ്റ്റ് നൈറ്റിലൊക്കെ നമുക്ക് ടീഷർട്ട് ഇടുമ്പോൾ ഇൻലെസ്സിന് ടീഷർട്ടൊക്കെ ഇട്ടില്ല നമ്മൾ തലേന്ന് കിടന്ന്. ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ കണ്ടന്റ് കൊണ്ടുപോകരുത്. ഇത് പുതിയതാണല്ലോ, പുതിയാണേ, ബ്ലാക്ക് ഇറക്കി. അപ്പം എത്ര വരവും വന്നോ? അപ്പം ഹില്ലേഴ്സ് അറബിക്കാണ് ജിമ്മി ധരിച്ചിരിക്കുന്നത്. ബാക്കിലുണ്ട്, ഇത് ബാക്കിലില്ല. ഇത് ഹില്ലേഴ്സിന്റെ ഹഗ്ഗർ ഹോമീസ് ഇട്ടാ. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവർ നേരെ നമ്മളെ സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ നമ്മളെ നമ്പർ വെബ്സൈറ്റിലുണ്ട്. നമ്മളെ നമ്പർ പറഞ്ഞെടുത്താ, വാട്സപ്പ് നമ്പർ അറിയില്ല. എന്തേ പറഞ്ഞത് സീനോ? അല്ല, എനിക്കറിയില്ല വാട്സപ്പ് നമ്പർ. ഇതിപ്പോ ഞാൻ 3-ാമത്തെ ഡല്ലാണ് ഇപ്പോഴും അതേ ഫിറ്റ്, ഒരു വലിയ ചെക്ക് ചെയ്യണം. 8848907268 ആ നമ്പറിൽ അയച്ചാൽ ഇതൊക്കെ ഈ സാധനമൊക്കെ കിട്ടാൻ വേണ്ടി ഇത് പൊന്നാര മക്കളെ, ഇത് ഞങ്ങളല്ല ഡീൽ ചെയ്യണത്. ഇതിന്റെ പാക്കിങ് തുടങ്ങി ഇതിന്റെ കോൾ അറ്റൻഡിങ് പരിപാടിയൊക്കെ വേറെ ആൾക്കാരാണ്. ദയവ് ചെയ്ത് അയക്ക് വിളിച്ചിട്ട്, അതൊരു സ്ഥാപനത്തിന്റെ നമ്പറാണ്, അതിലേക്ക് വിളിച്ചിട്ട് ഹനാൻസ് ഉണ്ടോ, ഹനാൻസിന്റെ സ്ഥാപനം അവിടെ ഇല്ല. അപ്പം ഹനാൻസിന്റെ സ്ഥാപനം അതാണെങ്കിലും ഹനാൻസ് അവിടെ ഉണ്ടാവില്ല. അപ്പം അയക്ക് വിളിച്ചിട്ട് ഷർട്ട് ഓർഡർ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക. ഹില്ലേഴ്സിന്റെ ഈ ടീഷർട്സ്, ആ ടീഷർട്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ആരും കാണാത്ത ഒരു സാധനങ്ങളുണ്ട്, പുതിയതല്ലേ, ആരും ഇട്ടിട്ടില്ലേ? എന്റെ പേര് പുതിയ ഡ്രോപ്പ് അല്ലേ? എവിടെയാണേ? വൻ പരിപാടിയാ? ഓ, മാപ്പിളല്ലാതെ വലതുകാലി വെക്കൂലെന്ന്. ഈ പൂക്കി തന്നെ ഇവിടെ കൈയൊക്കെ പൊളിച്ചു. ഇഞ്ച പെണ്ണുങ്ങളെ ചൂടായിട്ടോ കോൾ എടുത്തു കോൾ എടുത്ത് പോയി അങ്ങോട്ട് വേണം. ഞാൻ ഇത് തിന്നാൻ പുതിയായിട്ട് ജിബി, എനിക്ക് ബിരിയാണി തിന്നാൻ പുതിയായിട്ട് ജിബ് കോൾ എടുത്ത് നിൽക്കുക. കറുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ബാടശാനോ എവിടെ കപ്പിൾസ് ഇതില്? അല്ല, വേഷമലൊക്കെ എന്തോ. അല്ല, ഞങ്ങൾ ആദ്യം എനിക്കൊരു പ്രശ്നമുണ്ട്, ഇത്ര വൃത്തിയിൽ ഡെക്കറേറ്റ് തിന്നാൻ തോന്നില്ല. പിന്നെ ക്യാരക്ടർ പറഞ്ഞു റാവിസോ അവിടെ അല്ലേ? അപ്പം ഈ ഒരു ട്രീറ്റ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ടീം സ്റ്റേഡിയാണ്. അപ്പോൾ ബാക്കിയുള്ള എടുത്തു സുഹേൽക്കും നീ അഗസ്റ്റിക്കാൻ. അപ്പം ഉബൈദ്ക്കും ഇപ്പുത്തിയാണ് ഇന്ന് മുന്നേറ്റം ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ചത്. ഈ വീട്ടിലെ വെൽക്കം ഡ്രിങ്ക് ഗുവാവ മൊജിറ്റോ, ആ സ്റ്റാർട്ടേഴ്സ് ഫജിറ്റ പോക്കറ്റ്സ്, അതെന്താ? തപ്പണം ക്രാബ് കുനാഫേ, ക്രാബ് കുനാഫ, പ്രോൺസ് കുനാഫ. ഇപ്പോൾ എവിടെ നിന്ന് വന്നു? നീ എങ്ങനെ ഇവിടെ വന്നു? നടന്നു? എന്റെ മരുന്ന് ഇടുന്നാ? എവിടക്ക്?
എവിടുന്ന് ഓൻ്റെ അടുത്തോ സമയത്ത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായത് ഈ ഇത് വായിച്ച ഇത് പറഞ്ഞ ആരാണ് പെർഫ്യൂം എന്തൊക്കെയാണ് എങ്ങനെയുണ്ട് പെർഫ്യൂം സെറ്റല്ലേ വായിച്ചിട്ട് ഇപ്പം ബേശല്ല പാമ്പൊന്നല്ല ഇങ്ങനെ 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 പോകാൻ എന്നിട്ട് പിന്നെ ഓ ബലൊക്കെ പേടി വന്ന് ബലൊക്കെ പേടിയായി വ്ളോഗിൽ വരുന്നത് പറഞ്ഞില്ലേ അത് വെറുതെ അതിന്റെ ക്ലിപ്പ് ഇങ്ങനെ പോയി പൊട്ടനായി പോയി അതിനിപ്പോൾ എന്താ എനിക്കെന്ത് ഒരു സ്റ്റേജ് കയറിയിട്ട് എനിക്ക് എന്ത് പറയണം എന്നറിയില്ല അതൊരു വിനയത്തിൻ്റെ ഭാഷയിൽ പറയണല്ലേ അവിടെ നല്ല ഡയലോഗ് ഉണ്ടെങ്കിൽക്കാട്ടും നല്ലത് എന്താണ് ചേട്ടാ കൊടവള്ളം നമ്മളുണ്ടായിനാ കുടം കലക്കി അച്ചു കൊനിച്ചിവാ സവാഡിക്കാം അപ്പൊ അതല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വിളിച്ചോട്ടുന്നത്. തായ്ലൻഡ് സ്പെഷ്യൽ സവാഡിക്കാം നാളെ പോകാനുള്ള കുടിക്കി അതതിന് വെച്ചിട്ടാ കുടിക്കുക അല്ലേ. ഇത് കൊടുത്തില്ല നബീലെ എന്റെ മരുന്ന് എവിടെ ഓനതിന് പിന്നെ പൊന്നാനിക്ക് പോയോ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ കൊണ്ടുവന്നല്ലേ. അപ്പം ബഹുമാനപ്പെട്ട ഹർഷ പാത്തു ചെയ്തതാണ്. ഹർഷ പാത്തുവിനെ എനിക്ക് ഭയങ്കര കാര്യം, അതായത് ആ ഒരു കാര്യം, അതായത് ക്യാമറയിൽ കണ്ടോട്ടെ. അപ്പം ആകെ ഒരു കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളൂ. എന്താ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ഒരു മരുന്ന് ഇവിടെ കിട്ടാത്ത മരുന്ന് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചു. ദുബായിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ട് ഞങ്ങൾ എടപ്പാൾ പോയാൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു പാത്തു ആ മരുന്നൊന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് എടുത്തിട്ട് എനിക്കൊന്ന് കോഴിക്കോട് എത്തിച്ചാണ്. അപ്പം എന്നോട് പറഞ്ഞു പറട്ടെ എന്തായാലും കോഴിക്കോട് എത്താന്ന് പറഞ്ഞു. കോഴിക്കോട് നിന്ന് ഓളം എന്ത് ചെയ്തു, പൊന്നാനിന്ന് മരുന്ന് കോഴിക്കോട് എത്തിച്ചു. എന്നിട്ട് പൊന്നാനിക്ക് തിരിച്ചു പോണ ഒരാളെ ബാഗിൽ അത് ഇട്ടെടുത്തു. ഇപ്പം ആ മരുന്ന് എവിടെ പോയി? പൊന്നാനിക്ക് തന്നെ പോയി. എത്ര കാലമായി? വേണ്ട തണുപ്പ് വേണ്ട. എന്തൊക്കെയുണ്ട് മെനുവിൽ ഇക്കാച്ചി? ഇതൊക്കെ ഓർഡർ ചെയ്താൽ കിട്ടും. പറയ് മെനു വായിക്കണ്ണ, മെനു അങ്ങോട്ട് വായിക്കണ്ണ. ഫജീദ പോക്കറ്റ്. ഫജീദല്ല ഫാരിഷ, മര്യാദക്ക് വായിക്ക്. ഫജിറ്റ പോക്കറ്റ്. കുടിച്ചില്ല. ഫജിറ്റ പോക്കറ്റ് ഞാൻ കുടിച്ചില്ല. ഒരു മുറുക്ക് വായിക്ക്. ക്രാബ് കുനാഫ്. പ്രോൺസ് കുനാഫ്. പൈനാപ്പിൾ മിന്റ് ക്രീം ചീസ് സലാഡ്. ഓ പൊളിക്കും. ഓക്കെ. നൈസ് പത്തിരി, ഗീ റൈസ്, ബീഫ് കുർമ, ചിക്കൻ കോക്കനട്ട് ഫ്രൈ, ക്രീമി അഫ്ഗാനി മോമോസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് വിത്ത് ബക്കറ്റോ. എന്താ വായിക്കാൻ ഇതില? ബഗറ്റ്സ്. ബഫറ്റല്ലേ? എനിക്കറിയില്ല എന്താ വായിക്ക. ഭഗത് സിംഗ്. അതല്ലേ ബഗറ്റ്സ് എന്ന് പറഞ്ഞേ. ബഗറ്റ്സ് എന്താ ഇത്? ആ ഓക്കെ. ഞാൻ ബഗറ്റ്സ് എന്നല്ല ആദ്യം പറഞ്ഞേ. അപ്പൊ ചിരിച്ചു. അപ്പൊ ഞാൻ തെറ്റിയോന്ന്. അതാണ് അപ്പൊ തന്നെ വിദ്യാഭ്യാസം ഇല്ലാന്ന് ഉറപ്പായില്ലേ? പൈനാപ്പിൾ ഡെസേർട്ട്. സാഹോ. അപ്പോൾ ഫില്ലി സ്ട്രീറ്റ്സ് ആണ് ഇന്നത്തെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഡിന്നർ ഒരുക്കിയിട്ടുള്ളത്. ബ്രൈഡിന് മാത്രം കുടിച്ചാനുള്ള പറഞ്ഞപ്പോൾ നല്ലൊരു ഗ്യാപ്പ് കിട്ടിയപ്പം ഇങ്ങോട്ടാണ് കുടിച്ചില്ലേ? എടാ എനിക്കൊരു സംഭവം അറിയാറ്റ് ചോദിക്കുക. ഈ മേഘത്തിന് ഇങ്ങനെ വെള്ളത്തിൽ നോക്കിയിട്ട് പുറത്ത് വെച്ച പോലെ അതിൻ്റെ കെമിസ്ട്രി എന്താ? ഇതൊക്കെ കറക്റ്റ് പറഞ്ഞു. വെള്ളം അതൊരു കലാപരമായ ഞാൻ
കുടിച്ചു. എനിക്ക് ജ്യൂസ് വേണം ഇതിൽ പറഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ആരും അറിയില്ലല്ലോ. കുടിച്ചോ? ക്യാമറന്റെ ബാക്കിൽ അല്ല ഫുഡ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കഴിച്ചോന്നാ. സ്പീക്കർ കൊടുക്ക്. ഇത് വേറെ ഉള്ള കുടിച്ചില്ല. കുടിച്ചില്ലേ ഞാൻ ചമ്മൂല. ഷോട്ട് വാട്ടർ ഷോട്ട്. ഇതിന് ചുക്കാൻ പിടിച്ചാലറിയോ ഇവന് അതിന്റെ ക്യാരക്ടറിന് വിട്ടതാണ്. വ്ളോഗാണെന്ന് ആലോചിച്ചില്ല. അവിടെ കുറച്ച് ഹംബിൾനെസ് ഇടാൻ വിട്ടാണ്ട് സ്വന്തം സ്വഭാവത്തേക്ക് മടങ്ങി പോയി. ഇന്നത്തെ വ്ളോഗിന്റെ സ്റ്റാർട്ടിങ് കാണണം. ഫുള്ള് മറ പൊളിഞ്ഞു. എങ്ങനെയുണ്ട് റോസാപ്പൂ തണ്ട് ഡ്രിങ്ക്? അതാണ് ഏറ്റവും പൊളി. തണ്ടും റോസാപ്പൂവിന്റെ തണ്ടിന്റെ ജെല്ലിയാണ്, ജെല്ലി ഫ്ലവർ ഒഴിഞ്ഞിട്ടാണ്. നബീലെ പാത്തോ ഞാൻ ചോദിക്കട്ടെ? ഇത് കെട്ട പ്രശ്നമാണ്. ഇന്നും ഓരോ ഇരുന്നല്ലേ. തീപ്പെട്ടി ഉണ്ടോ? താത്ത ആദ്യമായിട്ട് ഇത്ര അലമ്പ് ഒരു ടീമിനെ കണ്ട് മറ്റൊക്കെ വലിയ സ്റ്റാൻഡേർഡ്. താങ്ക് യു ബ്രോ. ബാക്കിയുള്ളൊക്കെ സ്റ്റാൻഡേർഡായിട്ട് വന്നാണ് ഭക്ഷണം കഴിച്ച്. ഇങ്ങനത്തെ 6 ടീമിനൊക്കെ ഫുഡ് ലൈറ്ററൊക്കെ കറക്റ്റ് പൊട്ടിച്ചിട്ടുണ്ടല്ലോ ജി. ഇത് സ്പീക്കർ കൊടുക്കും. ഇരുന്നോളി. അർഷാബാദോ ബ്രോ. അതായത് എന്നോടുള്ള ചോദ്യം എന്താ വെച്ചാല്, അതായത് ഈ ഒരു മെഴുകുതിരി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? മെഴുകായിട്ട്. ഇങ്ങോട്ട് വാ, എന്തിനു പേടി എനിക്ക്. ഇങ്ങോട്ട് വാ. അപ്പം ഈ മെഴുകുതിരി ഇങ്ങോട്ട് നിൽക്ക്. ഓ ഞാൻ മറ്റേ ഇവിടെ സ്കൂളിൽ നെൽമ്പൂർ സ്കൂളിൽ ഫിസിക്സിൻ്റെ മാസ്റ്റർ ആയിരുന്നല്ലോ, ഇത് പഠിച്ചു വരാൻ. ഇങ്ങോട്ട് നിൽക്ക്. അതായത് ഈ മെഴുകുതിരി സാധാ പോലെ പുറത്ത് വെക്കാം. എന്തിന് ഇത്രയും വലിയൊരു ജാറിൽ ഈ മെഴുകുതിരി ഇങ്ങനെ വെക്കാനുള്ള റീസൺ എന്താവും? വാട്ട് ഈസ് ദ സയൻറ്റിഫിക് റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഒരു റീസൺ ഉണ്ട്. വെള്ളത്തിലാണെങ്കിൽ മെഴുക് ഉരുകൂല. അല്ല, വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താ വെച്ചാൽ ഇവർക്ക് ഡെയിലി ഇവൻറ്റ്സ് ഉണ്ടാവും. എല്ലായിടത്തും പോയാണ്ട് ഇത്രയും വലിയ തീപ്പെട്ടി കത്തിച്ചുകൊണ്ട് മെഴുക് ഉരുക്കി കളഞ്ഞാൽ കമ്പനി നഷ്ടത്തിലാവും. ഈ കാര്യം അതായത് വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, മെഴുക് ഉരുകൂല. വളരെ ലൈറ്റായിട്ടേ ഉരുകുള്ളൂ. ഈ ഒരു ദിവസം പെരയിൽ കറണ്ട് പോകുമ്പം വെള്ളത്തിൽ മെഴുകുതിരിയും കത്തിച്ച് വെക്കണം, പുറത്തും കത്തിച്ച് വെക്കണം. ഏതാ ഫസ്റ്റ് ഉരുകണം നോക്കുമല്ലോ. ദാറ്റ് ഈസ് എ സയൻറ്റിഫിക് റീസൺ ബിഹൈൻഡ്. സ്റ്റൈലാക്കി വെച്ചല്ലേ അതൊന്നൊരു സംഭവം. മനസ്സിലായോ? ഇത് പറഞ്ഞാൽ ആര് വരേണ്ടി വന്നില്ലേ? അന്ന് വിശ്വസിച്ചു. സത്യം. ഞങ്ങളല്ല ഒരു കാലത്ത് ഞാൻ എന്ത് പറഞ്ഞു വിശ്വസിച്ചു. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും വിശ്വസിക്കില്ല. ബുദ്ധിയല്ലേ എവിടെയാ പോയതെന്റെ? എങ്ങനെ പോണു ജീവിതം? കാർ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫ്? എത്ര കാർ ഡ്രൈവിംഗ് പഠിച്ചിട്ട് എങ്ങനെ പോകുന്നു? ഡ്രൈവ് ചെയ്ത് പോകുന്നു. അങ്ങനെ പറയണോ? കാർ ഡ്രൈവിംഗ് പഠിച്ച് നടന്നു പോകും? ഇല്ല, റൂമില്ല. ഹലോ. എങ്ങനെ പോകുന്നു ലൈഫ്? സന്തോഷകരമായി പോകുന്നു. ഇപ്പം നിങ്ങൾ കാർ എടുത്തതിന് ശേഷം
പുതിയാപ്പളി മുതലേ ഇരുന്നോട്ടെ, എന്നിട്ട് ഞങ്ങൾ ഇരിക്കാം. അതാണ് അതിൻ്റെ ഒരു മാന്യത. കപ്പിൾസ് ഇരിക്കട്ടെ. ചൂടാറുണ്ടോ കപ്പിൾ കൂടുതൽ സ്ഥലം? എത്ര ഇപ്പൊ കാർ എടുത്തിട്ട് ഏകദേശം എത്ര ദൂരം വരെ പോയി മാക്സിമം? 9,000 കിലോമീറ്റർ. അപ്പോൾ അത് കേട്ടോ ജി, ഹർഷാബാദ് വണ്ടി എടുത്തിട്ട് 1 മാസം 1.5 മാസം ആവണം. ഇല്ല 5 മാസമായി. എത്ര ഓടിക്കണം വണ്ടി? 5, 6, 7. എത്രയായി? ഞാൻ കയറ്റി പറഞ്ഞു. എത്രയായി? 5. അപ്പോൾ 9,000 പറഞ്ഞു. 9,000 കിലോമീറ്റർ ആയി. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. മാത്രല്ലേ ഇത്ര പോണേ മാഷാല്ലാ. ഞാൻ വർക്കിന് പോകും. എല്ലായിടത്തും പോകും. അവിടെ കപ്പിൾസിന് ഫോട്ടോ എടുക്കുക. അപ്പം നിങ്ങൾ അപ്പം ഇപ്പൊ കപ്പിൾ ഷൂട്ടാണ് നടക്കണേ. 1 ഓണാവാതെ ഫുള്ള് കളത്തരങ്ങളും പൊളിഞ്ഞു. ഇന്നത്തെ വ്ളോഗ് ലൈവായിട്ട് പൊളിഞ്ഞു. മകനാണോ കൂടെ ഉള്ളത്? മക്കളെയും കൂട്ടി സൽക്കാരത്തിന് വന്ന് ഷാന് മാതൃകയായി. മക്കളല്ല കേട്ടോ, അവൻ്റെ ലെന്നിനാണ്. അല്ല അവൻ്റെ പെണ്ണുങ്ങൾ തന്നെയാ. ഇഞ്ച പെണ്ണുങ്ങളെ ഇപ്പം കണ്ടില്ലേ, നീ കടക്കണ്ടാലേ അവിടെ ഇങ്ങനെ കിടക്കും. കിടക്കണമെങ്കിൽ നമ്മളെ മേത്ത് കയറി കിടക്കാം. മോശല്ലേ പത്തിരിയൊക്കെ ഷവർമ പോലെ വെച്ചിരുന്നു. പൊറാട്ടൊക്കെ അപ്പോൾ ഇവിടെ വൻ കുത്തിത്തിരിപ്പ്. ഇവിടെ സൽക്കാരം, ഇവിടെ കുത്തിത്തിരിപ്പ്, ഇവിടെ സൽക്കാരം, ഇവിടെ കുത്തിത്തിരിപ്പ്. കണ്ടോ ഇപ്പൻ്റെ ഒറിജിനൽ മുഖം പുറത്തു വന്നു. നബീലിൻ്റെ റിയൽ ഫേസ്. ഇനി കുറച്ച് വിനയുള്ള ഫേസാ. അപ്പൊ സുഹൃത്തുക്കളെ, അർശി ഇഞ്ച പെണ്ണുങ്ങളെ, എടാ പൊട്ട പത്തിരി മാത്രം കൊല്ലി കെട്ടി മരിച്ചു. ഇവിടെ വാ, കുറച്ച് കറി കൂടി കുത്തി. കറി ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ പണ്ടങ്ങനെ എന്തിന് പത്തിരി എന്നിട്ട് കറി പറഞ്ഞു കൊടുക്കും. എനിക്ക് വേണ്ട, വേണ്ട. ക്രാബ് വേണ്ട, നിങ്ങൾ കഴിച്ചോളി. പത്തിരി മൊജിറ്റോ വൻ കോംബോ പറഞ്ഞിട്ട് തിന്നതാ. ഞാൻ കണ്ട ഏറ്റവും വലിയ ആസ്തറ്റിക് സൽക്കാരാണ് ഇവിടെ നടക്കുന്നത്. നമ്മളൊക്കെ പരിലൊക്കെ പരത്തിയാണ്ട് വെക്കും, ബിരിയാണിയും നെയ്ച്ചോറും അല്ലേ. സൽക്കാരങ്ങളൊക്കെ ആസ്തറ്റിക് മോഡിക്ക് മാറിയാണ് ഇപ്പോഴത്തെ കാലത്ത്. ഞാൻ നേരെ വന്നിട്ടേ അല്ല പുതിയാപ്പള ചെല്ലല്ല, സൽക്കാരത്തിന് വന്നാ പുതിയാപ്പള ആവണം. കല്യാണ പരി പോയാലും പുതിയാപ്പള ആവണം. പഞ്ചായത്ത് പോയാൽ ഓഫീസർ ആവണം. വാർഡ് ഉണ്ടെങ്കിൽ വാർഡ് മെമ്പർ ആവണം. പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം. ഒരു മണ്ഡലം ഉണ്ടെന്നുണ്ടെങ്കിൽ MLA ആവണം. സൽക്കാരത്തിന് പോയാലും മാപ്പിളയാവും. മരിച്ച വരി പോയാൽ പറയില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഇതെന്താ പച്ചടി തോരൻ, ബട്ടറും പൈനാപ്പിൾ. ഒന്ന് കണ്ടിന്യൂ ഹർഷേ. കണ്ടിന്യൂ. അപ്പം കപ്പിൾസ് ഇരിക്കും. എനിക്ക് അർച്ചീനെ എടുത്തിരിക്കും. അതെ, എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സൽക്കാരം? അല്ല, എങ്ങനെയുണ്ട് സൽക്കാരം? തുടങ്ങട്ടെ. എന്നാലും ആ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ. ഡെക്കറേഷൻ വാവ്, അങ്ങനെയല്ലോ പറയണ്ട്. ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റുകൾ ഉണ്ട് കേട്ടോ. അങ്ങനെയുണ്ടോ? ഇതാ അതാണോ ഗിഫ്റ്റ് ബോക്സ്. ഞാൻ എടുക്കാം.
ഗൈസ് അപ്പം എല്ലാവരും കപ്പിൾസ് കഴിക്കുന്നതാണ്. ഇനി ബാക്കി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, കപ്പിൾസ് എല്ലാവരും ഭക്ഷണം കഴിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ബാജിത് കോ നിൽക്കണം, നമ്മളെ സുഹൃത്താണ് കേട്ടോ. ബോസും ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട് സ്വല്പ നേരം. ഇപ്പൊ കുറവൊക്കെ ഉണ്ടല്ലോ. എന്തിനാണ് കുറവ്? ഞാനിപ്പോൾ കഴിക്കണില്ല. കുറച്ച് ചൂട് പോയി. അല്ല, ചൂട് എനിക്കിപ്പോൾ കുഴപ്പമില്ല. ഇവര് കഴിക്കട്ടെ. ഞാൻ റിവ്യൂ ടേക്കറാണ്. എന്താണ് കഴിക്കുന്നത്? ചെമ്മീൻ. ഞാൻ ഇവിടുന്ന് തന്നില്ല. ഞാൻ അവിടുന്ന് ഫസ്റ്റ് മാറുന്നത് ഫോണില്ല. വെള്ളം കുടിക്കും. മൂപ്പര് കഴിച്ചു. കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ലേറ്റ് ആയിട്ട് കഴിക്കാം. അച്ഛന് പെരീ തിന്നണ പോലെ തിന്നാൻ വയ്ക്കില്ല കേട്ടോ. കുറെ വീട്ടമ്മ, അമ്മേ, കുടുംബശ്രീ. കുടുംബശ്രീ അല്ലല്ലോ പറയാ. അച്ചു ഒറിജിനൽ ക്യാരക്ടർ അൺലോക്ക്ഡ്. സാധനങ്ങളൊക്കെ എന്തിനാ പെട്ടിമ കയറിച്ചു? അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇവനേത് പുതിയപ്പള? ഏത് വരെ പുതിയപ്പള? നിന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടോ? എൻ്റെ പെണ്ണോടെ എൻ്റെ പെണ്ണോടെ ഒരു മാസം ഉണ്ടാവുള്ളൂ ഇതൊക്കെ. ഇതൊക്കെ കല്യാണം കഴിഞ്ഞ ഒരു മാസം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പൂക്കിയാവലും ഇതൊക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, സൗണ്ടില്ലടാ, സഹകരിക്കട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ സൽക്കാര മംഗള മഹോത്സവത്തിന് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഒന്നല്ല, 2 കപ്പിൾസിനെ ഒരേ നേരം ചോറൂണിന് ക്ഷണിച്ച ഇപ്പോഴത്തെയും ഉബൈദ് കമീമാണ് എൻ്റെ ഹീറോസ് എന്ന് നാമോദ്യാനം വരുത്തിക്കൊണ്ട് ഞാൻ ഈ സദ്യയുടെ ഈ ഒരു ഞാനിങ്ങനെ വെച്ചിട്ടത് പ്രശ്നമായോ? പണ്ടൊക്കെ നമുക്ക് അങ്ങനെ വെക്കാം. ഇപ്പൊ ഞമ്മളും ഷാനും ഒക്കെ ഉണ്ടല്ലോ, ഇവലെ മേത്ത് തൊട്ടാലൊക്കെ ഇവലെ ബ്രദർ, ഞാൻ പോലും അത് പന്റെ പുറത്തല്ലേ കിടക്കല്ലേ ഈ പറയും. അത്രേ ഉള്ളൂ. സാധാ പോലെ. കോഴിക്കോട് നിൽക്കാം. അപ്പോൾ ഈ ഒരു എളിയ ചോറൂണിന്റെ അഭിപ്രായം ഞങ്ങൾ ചോദിച്ചെടുക്കുകയാണ്. ആദ്യം ലിയ, എന്താണ് പറയുന്നത്? എന്താ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഡേ ആയിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? ചെമ്മീൻ ഇഷ്ടപ്പെട്ടു. വേറെ? കുനാഫ. ചെമ്മീൻ കുനാഫ ഇഷ്ടപ്പെട്ടു. ഹർഷി, അപ്പം ഹർഷി പിള്ളൈ അവർ നമ്മളെ കൂടെ ഉണ്ട്. പത്തിരി, പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. പത്തിരിയും എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? പത്തിരിയും കുറുമ അടിപൊളിയായിരുന്നു. 10 റുപ്യാണോ? കുറുമ. അച്ചു, ആ, ഏത് ഫുഡ് അടിപൊളി? ഗീ റൈസ്, ബീഫ് കുറുമ അടിപൊളി. മൊജിറ്റോ. ഫുഡിന്റെ മെനു കാർഡ് പറഞ്ഞു എന്തൊക്കെയോ പേരില്ലേ. പ്രൗൺസ് കുനാഫ. ഏത് ഫുഡ് ഇഷ്ടപ്പെട്ടു? എനിക്ക് മറ്റേ വെള്ളം കയറി മൊജിറ്റോ അല്ലേ? കുടിവെള്ളം, കൊടവെള്ളം. മഞ്ഞ ചെമ്മീൻ കറി, മഞ്ഞ ചെമ്മീൻ കറിയും ചെമ്മീൻ്റെ കുനാഫിയോ. ചെമ്മീൻ കുനാഫിയും. എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു. കാരണം ഞാനാണല്ലോ സെറ്റ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു പ്രസന്റ് ചെയ്തതൊക്കെ നല്ല ഇഷ്ടമായി. അതല്ല, പാത്ത് പറയാൻ വെച്ചിട്ട് റെഡ് പറഞ്ഞു. അതാണ് പാത്തിന്റെ പ്രശ്നം. അല്ലേ, മഞ്ഞ ചെമ്മീൻ കറി ഞാൻ കഴിച്ചിട്ടില്ല. അത് എന്താ കഴിച്ചത്? ചിക്കൻ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉണ്ടായിരുന്നു. നല്ല തേങ്ങ കൊത്തിട്ടെ ഗാർലിക്കിന്റെ ടേസ്റ്റ് ഒക്കെ അങ്ങനെ കിട്ടണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വെളുത്തുള്ളി കൂടിയിട്ടാവും. എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പം ഇന്നത്തെ സദ്യയിൽ എല്ലാവരും ഒരേപോലെ ഹാപ്പിയാണ്, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം സദ്യയൊക്കെ കഴിഞ്ഞാണ്ട് കുടവെള്ളത്തിൻ്റെ കുടകൾ മാത്രം ബാക്കിയായ സിറ്റുവേഷനിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതോടെ ഞങ്ങളെ എളിയ ഇനി എന്ത് വ്ളോഗാ വരല്ലേ? ഇനി വരുന്ന വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഏതാ
ഹില്ലേഴ്സിന്റെ ഷൂട്ട്. അപ്പം നാളെ ഹിൻലേഴ്സിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഫാഷൻ ഡിസൈനർ ഡ്രൈറ്റ് പെഴുതുന്നയാണ് ഞങ്ങളെ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. രാവിലെ മുതൽ ഓരോ മോഡൽസിനെയും തനതായ ആസ്തറ്റിക് ശൈലിയിൽ കൊറിയൻ വസ്ത്രധാരണത്തോടെ പിൻട്രസ്റ്റി ആസ്തറ്റിക് രീതിയിൽ അണിഞ്ഞൊരുക്കിയിട്ടുള്ള ഒരു ഷൂട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ചോദ്യത്തോടെ ഞാൻ നിർത്തുകയാണ്. എനിക്ക് റീസെൻ്റ്ലി ഒരു കുഞ്ഞ് ചാൻസ് കിട്ടി ഒരു ഡ്യുവറ്റ് പാടാൻ ഒരാളുടെ കൂടെ. അപ്പോൾ ഡ്യുവറ്റ് ആകുമ്പോൾ ഒരാണും ഒരാണും ഒരു പെണ്ണും ആയിക്കാരം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ആരുടെ കൂടെ ആയിരിക്കും ആ ഡ്യുവറ്റ് പാടിയിട്ടുണ്ടാവുക എന്നുള്ളത് മുണ്ടില്ലേ എല്ലാവരും കമൻറ്റ് ചെയ്യുക. മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക ആരുടെ കൂടെ ആവുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു. ഈ പറഞ്ഞില്ല വല്ലാഹി ഓൻ പറഞ്ഞേ സണ്ണി അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് നബീലിൻ്റെ മുഖം മറക്കുന്ന രീതിയിൽ തച്ചുടക്കുന്ന രീതിയിലുള്ള ഒരു വ്ളോഗായിരുന്നു. ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വ്ളോഗായിരുന്നു. അപ്പോൾ ചിന്തിക്കുന്നവർ ഊഹിച്ച് എന്ത് ചെയ്യുക, ഉത്തരം പറയേണ്ടതാണ്. അപ്പം ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരെ കൂടെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരുടെ കൂടെ ആവും എന്നുള്ളത് എല്ലാവരും മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. സോ കമൻറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടോ ഇപ്പോൾ പറയും കേട്ടോ. ഇവിടെ നിങ്ങൾ ഓടുമ്പോൾ മുണ്ടാണ്. അപ്പം ആരുടെ കൂടെ ആവും അത് ആ ഫീമെയിൽ പാടിയിട്ടുണ്ടാവും എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇന്നൊരു കിടിലം വ്ളോഗായിരുന്നു, ഒരുപാട് കണ്ടൻസ് ഉള്ള വ്ളോഗായിരുന്നു. ഈ മാസം എനിക്ക് ഫുള്ള് GCCയിലാണ്, ഫുള്ള് പുറത്ത് പോകാനുള്ളതാണ്, കൽഫൂനൊക്കെ മീറ്റ് ചെയ്യാനുള്ളതാണ് ഇൻഷാല്ലാ. അപ്പം വൺസ് അഗൈൻ 26 lakhs ആവാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വ്ളോഗിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റ് ഡു സബ്സ്ക്രൈബ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ്. ഐ ലവ് യു ഓൾ. ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഏത് പൊളിച്ചികളെ ചെരുപ്പാവും ഇതെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും. പൊളിച്ച് ചെരുപ്പുകൾ, അതായത് മുത്ത് പതിപ്പിച്ച ചെരുപ്പുമ്മലാണ് മുത്ത് പതിച്ചിരിക്കുന്നത്. മാലമ്മ മുത്ത് പതിപ്പിച്ചിട്ടുണ്ട്. മുത്ത് പതിപ്പിച്ച ചെരുപ്പും ഈ മറ്റേ ബുള്ളറ്റിൻ്റെ അത് എൻജിൻ നിക്കൽ ചെയ്ത പോലത്തെ ചെരുപ്പും. ഇത് ആരതാണെന്നുള്ളത് റോയൽ കാറ്ററിംഗത്തെ ചെരുപ്പാട്ടത്. ആരതാണെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റ് ഗായ്സ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ പാതിരാത്രി നേരത്ത് ഇത് പിടിച്ചാഫിയെ ബ്ലോഗ് പിടിച്ച്. അപ്പം പാതിരാത്രി നേരത്ത് 2 കുറിഞ്ചാത്തമാരെ കിട്ടിയിരിക്കണ്. അപ്പം ഈ ചുനി അഫീന് ഞാൻ കോഴിക്കോട് കൂടുന്നത് കാരണം ഈസാന് കുരിപ്പ് എൻ്റെ ഫോൺ എന്തായി അനു മടിയില് ഫോൺ വെച്ചതേ. ഹലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വ്ളോഗിൻ്റെ ഭാഗമാവാൻ, വ്ളോഗ് നിർത്താതെ തുടരാൻ വേണ്ടിയിട്ട് ഈച്ചു അഫീം കൂടി വന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ എല്ലാവരും കമ്പനിക്കാരെല്ലാവരും ഓരോ വൈക്കായിട്ട്, അതായത് പെണ്ണെട്ടിയാലെല്ലാം പെണ്ണുങ്ങളൊപ്പം കിടക്കാൻ പോയി. പിന്നെ ഇപ്പോൾ എന്തായാലും അങ്ങനെ തന്നെയല്ലേ കിടക്കുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പം നിയാൽ വരെ പോയി, സൽമാൻ വരെ പോയി, ഇക്കു വരെ പോയി, എല്ലാവരും പോയി. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഹർഷുണ്ട്. അപ്പോൾ എനിക്ക് കമ്പനി പീടിയ കഴിഞ്ഞാൽ പോയില്ലേ. അപ്പോൾ കമ്പനി ഇല്ലാത്ത തോന്നിയപ്പോൾ ഞാൻ 2 മണ്ടന്മാരെ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈച്ചും ഈസാനെ ആക്സിഡൻ്റ് ആയി. ഈസാനെ എനിക്ക് തീരെ ഒരു കഥ അല്ല ഈസാനെ. അത് കഴിഞ്ഞ് അഫി വന്നു. അപ്പം എല്ലാവരും കൂടെ മുടി വെട്ടാൻ ഇറങ്ങിയതാണ് ഞാൻ. കാരണം മുടി വെട്ടൽ നമ്മളൊരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു ബാർബർ ഷോപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് ഫെയ്ഡ്സ് നിലമ്പൂർ. അപ്പം നമ്മളൊരു ബാർബർ ഷോപ്പ് ഇട്ടിരിക്കണം. മുടിവെട്ടൽ കൂടുതൽ ഇഷ്ടപ്പെട്ടപ്പോൾ സ്വന്തമായിട്ടൊരു ബാർബർ ഷോപ്പ് ഇട്ടു. വണ്ടീൻ്റെ കക്കും കരളൊക്കെ ഇപ്പോൾ എടുക്കും. അപ്പം ഞങ്ങൾ മുടി വെട്ടാൻ വന്നിരിക്കുകയാണ്, ഞാനും ഈച്ചും എല്ലാവരും. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ വ്ളോഗിൽ നാളെ സ്പെഷ്യൽ അവസാനിച്ചു. ഇത് അവസാനിക്കുന്ന വ്ളോഗാണ്. നിങ്ങളെ ജസ്റ്റ് ക്യാമിയേ ഉള്ളൂ.
മറ്റേ കൂലിപ്പടത്തിൽ ദാഹ വരുന്ന പോലെയാണ് നിങ്ങളൊരു എൻട്രി ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വ്ളോഗ് എൻഡ് ചെയ്തു. ഈച്ചു അഫീം ഉണ്ട് നണ്ടോ നണ്ട്. അപ്പം അങ്ങനത്തെ വ്ളോഗാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഈച്ചു എന്താണ് പറയാനുള്ളത്? എന്താ പറയുക വെച്ചാൽ ഭയങ്കര സന്തോഷം ഈ വ്ളോഗിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ. അതിയായ സന്തോഷം. ഒന്ന് കടന്നുറങ്ങണേനും. എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇതിലൊരു ക്യാമിയ റോൾ കിട്ടിയതിൽ. ഒരിക്കലും ഒരു ക്യാമിയ റോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനത്തെ ഒരു അവസരം സൈഡ് റോളോ കഥ അറിയില്ല. ലോക്കലി അവസാനം മറ്റേ ലാസ്റ്റിക്കേ ഒരു വേണ്ട മുത്തേ. അപ്പം അതൊക്കെ അത് ഇപ്പൊ പറയല്ലേ, ചടപ്പിക്കല്ലേ പ്ലീസ് പ്ലീസ് പ്ലീസ്. അവസാനം ഉണ്ടല്ലോ അവസാനം എന്തേലും മുത്തേ ആയിക്കോട്ടെ, പ്രശ്നമില്ല. ആ ഇതൊക്കെ പടപ്രേമികളാണ് കേട്ടോ. പടം കണ്ട് പിരാന്തായി വരുന്ന ടീമിൽ പെട്ട ആൾക്ക് അതല്ല ഒരു ഗ്യാപ്പുള്ളൂ. നാളെ പരിപാടി മറ്റന്നാ ദുബായ്, പിന്നെ ഗ്യാപ്പില്ല. അപ്പം ഗായ്സ് നമ്മൾ 6th അബുദാബി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്ളോഗ് നാളെ രാവിലെ അപ്ലോഡ് ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴത് അപ്ലോഡ് ആവുക പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ലോഡ് ആകുമ്പോൾ വെച്ച് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഈച്ചു ഇന്ത്യ ഫിന്നിങ് ക്യാമിയോ കഴിയുന്നുള്ള വ്ളോഗ് അവസാനിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.